നമസ്കാരം. ഈ നമ്മുടെ മാർക്കോ മൂവി വന്നപ്പോൾ ഏതായാലും അതൊരു വൻ വിജയമായി മാറി. എന്തുകൊണ്ടാണ് അശ്വന്ത് ഗോക്ക് മാർക്കോ ഇഷ്ടപ്പെട്ടത്? എന്തുകൊണ്ടാണ് മാർക്കോ മൂവി ചർച്ച ചെയ്യപ്പെടുന്നത്? വളരെ സിമ്പിളാണ്. അശ്വന്ത് ഗോക്ക് എന്ന് പറയുന്ന മാനസിക രോഗിക്ക് അത് ഇഷ്ടപ്പെട്ടു. കാരണം അവൻ ഓൾറെഡി മെൻ്റലാണ്. അവന് പറ്റിയ ഒരു സിനിമ വന്നില്ലായിരുന്നു ഇതുവരെ. നല്ല പൊട്ടിയിൽ കിട്ടുന്ന സാധനം വന്നാലേ അവന് ഇഷ്ടപ്പെടുള്ളൂ. അത് അവന് കിട്ടി. അങ്ങനത്തെ അവൻ്റെ മൈൻഡ് വന്നില്ലേ. ലാസ്റ്റ് അവൻ ഇങ്ങനെ പറഞ്ഞു, എനിക്കിഷ്ടപ്പെട്ടു, ഞാൻ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെടണം. അയാൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമയോടാണ് അയാൾക്ക് അഭിപ്രായമുള്ളത്. അയാളുടെ ഇഷ്ടങ്ങളല്ലല്ലോ ലോകത്തുള്ള ആളുകളുടെ ഇഷ്ടങ്ങൾ. പല സിനിമകളെക്കുറിച്ചും മോശപ്പെട്ട റിവ്യൂ ചെയ്തിട്ടുള്ള ആളാണ് അശ്വന്ത് ഗോക്ക്. അപ്പോൾ സിനിമ എന്തായാലും വൻ വിജയമായി മാറി. അത് ആ വിജയത്തിൻ്റെ പിന്നിലെ അവരുടെ അധ്വാനം, അവർ അതിനോടുള്ള സമർപ്പണം, അവർ വളരെ കൃത്യമായിട്ട് അതിനുള്ള എഫേർട്ട് എടുത്തിട്ടുണ്ട്. ആ സിനിമ എന്താണ് ഉദ്ദേശിക്കുന്ന സിനിമ, ആ സിനിമയിലേക്ക് പ്രേക്ഷകരെ അവർ എന്താണോ ആഗ്രഹിക്കുന്ന സിനിമയുടെ ജോണർ എന്താണോ അതിലേക്ക് പ്രേക്ഷകരെ ആകർഷിക്കാനുള്ള എല്ലാവിധ മാനറിസങ്ങളും പിന്നെ എല്ലാവിധ കണ്ടൻറ്റും അതിൻ്റെ ഉള്ളിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. നല്ലൊരു സാമ്പാർ, നല്ലൊരു ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്ന പോലെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കൃത്യമായ സാധനങ്ങൾ കൂട്ടിച്ചേർക്കുക. അങ്ങനെ ചെയ്തിട്ടുള്ളൊരു സിനിമയാണ് പിന്നെ മാർക്കോ. അത് കണ്ട് മനസ്സിലാക്കണം. ഇപ്പോൾ ചേരുവകളുടെ ആ ഒരു കൃത്യമായ കൂട്ടിച്ചേർക്കൽ, ഇന്നത്തെ പിന്നെ സാങ്കേതിക സംവിധാനങ്ങൾ, ഇന്നത്തെ കുട്ടികളുടെ ടേസ്റ്റ്, പിന്നെ മനുഷ്യൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു അക്രമവാസന, അതിനെ പരിപോഷിപ്പിക്കാൻ ആവശ്യമായ പിന്നെ കഥാ സന്ദർഭങ്ങൾ ഉണ്ടാക്കി കൃത്യമായി പിന്നെ കൂട്ടിച്ചേർത്ത് അതിനെ പരിപോഷിപ്പിച്ചെടുക്കുക എന്നുള്ള പരിപാടി വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പടം നല്ല ഒരു വിജയമാണ്. ഇന്ത്യയിൽ തന്നെ വലിയൊരു വിജയമാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. സിനിമ എന്ന് പറയുന്നത് അതാണ്, പുതിയ തലമുറകൾ ചെയ്ത് കാണിക്കുന്ന സിനിമകൾ. അതായത് ഈ മനുഷ്യൻ്റെ മോഡ് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 20 വർഷം മുമ്പുള്ള പിന്നെ മോഡിലല്ല ഇന്നത്തെ ചെറുപ്പക്കാർ സഞ്ചരിക്കുന്നത്. മോഡ് ചേഞ്ചായപ്പോൾ പിന്നെ ടേസ്റ്റ് ചേഞ്ചായി, കാഴ്ചപ്പാട് ചേഞ്ചായി. അപ്പോൾ ആ മാറ്റം ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടാണ് പഴയ തലമുറയിലെ സംവിധായകർക്ക് സിനിമ ഇല്ലാത്തതും പുതിയ തലമുറയിലെ പിന്നെ ആളുകൾക്ക് സിനിമ കൂടുതൽ പുതിയ തലമുറയിലെ ആളുകൾ സിനിമാ രംഗത്തേക്ക് വരികയും അവരവിടെ സക്സസ് ആവുകയും ചെയ്യുന്നു. ഞാൻ മനസ്സിലാക്കിയ കാര്യം അതാണ്. നമ്മൾ എന്താണോ, അതേസമയം ജോഷി സാറ് ഡിഫറെൻ്റാണ്, വ്യത്യസ്തനാണ്. ജോഷി സാറിൻ്റെ മൂവികൾ പലപ്പോഴും പിന്നെ വലിയ വിജയങ്ങളായി മാറാനും ഇന്നത്തെ തലമുറ ഏറ്റെടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ജോഷി സാറ് മാറുന്ന കാലഘട്ടത്തിൻ്റെ ടേസ്റ്റിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മേക്കിങ്ങിലും മാറ്റം വരുന്നുണ്ട്. അദ്ദേഹം നിരന്തരമായി സിനിമയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു കൂട്ടം സംവിധായകർ എന്ന് പറഞ്ഞാൽ അവരുടെ ആ പഴയ കാല പിന്നെ ആ ഒരു ശൈലി അതൊന്നും ഇപ്പോൾ പിന്നെ ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല. പുതിയതാവണം, മാറണം. മാറ്റം എന്ന് പറയുന്ന സാധനത്തിനെ ഉൾക്കൊള്ളാൻ കഴിയണം എല്ലാ നിലയ്ക്കും. ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഭാവന, അയാളുടെ കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടും പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാവനയൊക്കെ പിന്നീട് സിനിമയായി വരുമ്പോഴാണ് നമ്മളത് കാണുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. അപ്പം നമുക്ക് പിന്നെ ഓരോ ആളും ഡയറക്ടറാണ്, നമുക്ക് അപ്പം തന്നെ കാണാൻ പറ്റും. ഇപ്പോൾ ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ ഓരോ ആളും ഡയറക്ടറാണ്, ആക്ടറാണ്, പിന്നെ ഉള്ളിലൊരു പിന്നെ എന്താ പറയുക കാഴ്ചപ്പാടുകളുണ്ട്, അതൊക്കെ ഉള്ളവരാണ്. അപ്പോൾ ന്യൂജനാണ്, പുത്തൻ തലമുറയാണ്. അവർ ഒരുപാട് പിന്നെ കാഴ്ചപ്പാടുകൾ അവർക്ക് പിന്നെ ഉണ്ട്. അതേപോലെ അവരുടെ ടേസ്റ്റ് മാറിയിട്ടുണ്ട്. അതിനോടൊക്കെ ചേർന്ന് നിൽക്കുന്നതാണെങ്കിൽ മാത്രമേ ആ സിനിമേനെ അവർ ഉൾക്കൊള്ളുള്ളൂ. അതെല്ലാം ഈ പിന്നെ മാർക്കോ എന്ന് പറഞ്ഞ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ വിജയം നമുക്ക് നൽകുന്ന സൂചന എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, ജീവിതത്തിൽ
പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ നമ്മൾ പരാജയങ്ങൾ, പല രീതിയിലുള്ള പരാജയങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടാവാം. പലരും ഏറ്റവും അടിത്തട്ടിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ ഉള്ളിൽ ഈ ഒരു പ്രതികാരദാഹിയായിട്ടുള്ള ഒരു മനുഷ്യൻ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക, ഒരു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആ മനുഷ്യർ, അത് സ്ത്രീയിലും പുരുഷനിലും ഒക്കെ ഉണ്ട്. ആ മനുഷ്യന്റെ ഒരു വരവിനെ എല്ലാ കാലത്തും മനുഷ്യർ ഇഷ്ടപ്പെടുന്നുണ്ട്. സിനിമാ പ്രേമികൾ, നാടകമാണെങ്കിലും കഥയാണെങ്കിലും സിനിമയാണെങ്കിലും ഒക്കെ ആ ഒരു തിരിച്ചുവരവിനെ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഇഷ്ടപ്പെടലുകൾ, ആ ഇഷ്ടപ്പെടലുകളെ അങ്ങനെയുള്ള പിന്നെ മനസ്സുള്ള പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി കഴിയുക എന്നുള്ളിടത്താണ് സിനിമ ഇത്തരം പിന്നെ വയലൻസ് മോഡിലുള്ള സിനിമകൾ വിജയിക്കുക. അതിമാനുഷികനായ അല്ലെങ്കിൽ അതിഭയങ്കരമായ കഴിവുള്ള ഒരു മനുഷ്യൻ. ഇപ്പോൾ നമ്മൾ മനുഷ്യൻ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മനുഷ്യൻ്റെ എല്ലാ പിന്നെ ചിന്തകളും അവൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ അതിമാനുഷികനായിട്ടുള്ള ഒരാളെ സൃഷ്ടിക്കുക, അല്ലെങ്കിൽ അതിമാനുഷികനായിട്ടുള്ള ഒരാളെ സങ്കല്പിക്കുക, എല്ലാം ചെയ്യാൻ കഴിയുന്ന ഒരാൾ, അതിൻ്റെ ഏറ്റവും ഉയർന്ന രൂപം ദൈവം, അതിൻ്റെ താഴേക്ക് മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത, നമുക്ക് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റാത്ത, നമ്മുടെ ഉള്ളിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെ സങ്കല്പിക്കുക, അത്തരം ഒരാളെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഒരു ഒരു എന്താ പറയുക, പൊതുവായിട്ടുള്ള ഒരു ബോധം. ആ ബോധത്തെ കൃത്യമായ രീതിയിൽ ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇനിയിപ്പോൾ സിനിമയാണെങ്കിലും നാടകമാണെങ്കിലും ഒക്കെ അത് വൻ വിജയമായിരിക്കും. വേറെ മാർക്കോ ഉണ്ണിമുകുന്ദൻ ഒരു വലിയ തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട്. ഉണ്ണിമുകുന്ദൻ സിനിമകളെ മനഃപൂർവ്വം ഉണ്ണിമുകുന്ദൻ്റെ സിനിമകളെ വേട്ടയാടിയ ആളുകളൊക്കെ ഇപ്പോൾ ഒന്നും പറയാനില്ല. നല്ല ഒരു സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണണം. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നാണെങ്കിലും കർണാടകയിൽ നിന്നാണെങ്കിലും ആന്ധ്രയിൽ നിന്നാണെങ്കിലും ഹിന്ദി ബെൽറ്റിൽ നിന്നാണെങ്കിലും ഒക്കെ നല്ല അഭിപ്രായങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു സിനിമ ഞങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. പിന്നെ ഇത് ഒരു ബ്രഹ്മാണ്ഡ ഒരു സിനിമയാണ്. അതിമനോഹരമായിട്ട് എടുത്തിട്ടുള്ള സിനിമയാണ്. അതിൻ്റെ എഫേർട്ട്, അതായത് നമ്മളതിൽ പിന്നെ ഓരോ സീനും ആ സീൻ ബൈ സീൻ അതുമായിട്ടുള്ള ബന്ധം, അതൊക്കെയാണ് ഒരു സിനിമയുടെ വിജയത്തിൻ്റെ ഘടകം. മ്യൂസിക് നല്ല എന്താ പറയുക, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സാമ്രാജ്യം എന്ന് പറയുന്ന മമ്മൂട്ടിൻ്റെ സിനിമ വരുന്ന സമയത്ത് അവസാനത്തെ ആ ഒരു സീനിൽ ആ കുട്ടി നടന്നു പോകുന്ന സമയത്ത് ആ കുട്ടിയുടെ ചലനത്തിനനുസരിച്ചൊരു മ്യൂസിക് വന്നിട്ടുണ്ടായിരുന്നു. അത് കുറേ കാലം പിന്നെ ഓഡിയോ മ്യൂസിക്കാണ്. അന്ന് വാമൊഴിയായിട്ട് നടന്നിട്ടുള്ള മ്യൂസിക്കാണ്. അതേപോലെ പിന്നെ എന്താ പറയുക, നമ്മുടെ CBI ഡയറക്കുറിപ്പിലെ മ്യൂസിക്, 20-ാം നൂറ്റാണ്ടിൻ്റെ മ്യൂസിക്. അന്നത്തെ കാലം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ മൊബൈലോ അങ്ങനത്തെ സംഗതികളൊന്നുമില്ല. നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല. നമ്മളത് തിയേറ്ററിൽ പോയി കാണണം. അല്ലെങ്കിൽ VCR ഒക്കെ അതൊക്കെ വലിയ വലിയ ആളുകളുടെ വീട്ടിലേ ഉള്ളൂ. നമ്മളൊക്കെ വെറും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ ഒന്നും വീട്ടിൽ ഇത്തരം സാധനങ്ങളില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സിനിമ. ഏതായാലും സൂപ്പറായിട്ടുണ്ട്, അടിപൊളി സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം, നല്ല സിനിമയാണ്. അതേപോലെ പുഷ്പ സിനിമ എന്ന് പറഞ്ഞ സിനിമയെ പിന്നെ ഒരുപാട് വിമർശിച്ചു മലയാളികൾ. അത് സിനിമയാണ്. മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത അതിമാനുഷികമായിട്ടുള്ള കഴിവുകളുള്ള ഒരു മനുഷ്യനെ സൃഷ്ടിക്കുക. ആ മനുഷ്യനെ ആളുകൾക്ക് ഇഷ്ടമാണ്. അത് കൂടുതലും മലയാളിക്ക് അത്ര അങ്ങോട്ട് ദഹിക്കില്ല. കാരണം എന്താ വെച്ചാൽ മലയാളി കുറച്ചൊക്കെ യാഥാർത്ഥ്യവുമായി ചേർന്ന് നിൽക്കുന്നതാണെങ്കിൽ മാത്രമേ മലയാളി അതിനോട് യോജിക്കുള്ളൂ. പക്ഷേ ഇത് സിനിമയാണ്. എല്ലാ സിനിമകളും യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കണമെന്നോ ജീവിതഗന്ധിയാവണമെന്നോ എന്നുള്ള കോൺസെപ്റ്റൊക്കെ ഏതോ കാലത്തോ തിരുത്തപ്പെട്ടു. ഉള്ള കുട്ടികൾ PUBG കളിക്കുന്ന പിള്ളേരാണ്. അവരുടെ ടേസ്റ്റിനനുസരിച്ച് അങ്ങനെ ഒരു ഗെയിം മോഡിലുള്ള സിനിമകളാണ് ഇവിടെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പടങ്ങളൊക്കെ. നോക്കിയാൽ പിന്നെ വിജയിൻ്റെ സിനിമകളാണെങ്കിലും പുഷ്പ പോലെയുള്ള സിനിമ, ഇതൊക്കെ ഒരു ഗെയിം മോഡാണ്. മാറി ആ മോഡിൽ തന്നെയാണ് ഈ പടങ്ങളും ഒക്കെ ഉള്ളത്. ഓക്കെ, എന്തായാലും നന്ദി. ഞാൻ എൻ്റെ ചാനലുകൾ ഇനിയും നിങ്ങൾ ഒന്ന് എല്ലാവരും ഒന്ന് സഹായിച്ചു തരണം. ഞാൻ നല്ല നല്ല വീഡിയോസൊക്കെ തരും. ഞാൻ പിന്നെ ഓൾ ഓവർ ഇന്ത്യ മൊത്തം സഞ്ചരിക്കാനുള്ള ഒരു പരിപാടി ആസൂത്രണം ചെയ്യുന്നുണ്ട്. ആരും കാണാത്ത കാഴ്ചകളിലേക്കൊക്കെ നമ്മൾ പോകും. ഓക്കെ, വീണ്ടും ഒരു തിരിച്ചുവരവ് ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.